ഹലോ നമസ്കാരം. അങ്ങനെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു 23-24 ദിവസം പോലെയായി ഇപ്പോൾ നമ്മൾ വണ്ടി ബ്രേക്ക് കാര്യങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മളെ വണ്ടിയുടെ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞ് 1-2 ആൾട്രേഷൻ വർക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടിയുടെ എല്ലാ പണിയും എന്ന് പറയുമ്പോൾ ഏകദേശം 100% പണി കഴിഞ്ഞു എന്ന് പറയാം. 1-2 ചില്ലറ വർക്ക് കൂടി ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് ചിലപ്പോൾ നമ്മൾ രാത്രി ലോഡിന് പോവും. ഞങ്ങൾ മൈസൂരിക്കോ അല്ലെങ്കിൽ പെരുമ്പാവൂരിക്കോ കാലി പോകാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. മൈസൂർ പോവുകയാണെങ്കിൽ ആൻ പോസ്റ്റ് സുന്ദരേട്ടൻ എന്ന് പറയും, അവിടുന്ന് ഇഞ്ചി കയറ്റി പോകണം നാഗ്പൂരിലേക്ക്. പെരുമ്പാവൂരിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പഴയമാതിരി പ്ലൈവുഡ് കയറ്റിയിട്ട് പോവും, പൂന അഹമ്മദ്നഗർ കയറ്റി പോവും. പിന്നെ ഇപ്പോൾ നമുക്കൊരു ലോഡ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ് റെഡിയായി നിൽക്കുന്നുണ്ട്. പക്ഷെ അത് വാടകയുടെ ചെറിയൊരു പ്രശ്നത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്ക് രാജസ്ഥാനിൽ നിന്ന് ഓറഞ്ച് കൊണ്ടുവരാനുണ്ട്. അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയും. അതായത് ഇവിടുന്ന് കാലി ബോക്സ് കയറ്റി പോയി തിരിച്ച് നമ്മൾ ലോഡ് കയറ്റി ഇവിടെ വരുന്നത്. അതിനുള്ള വാടകയാണ് ഇപ്പോൾ പറയുന്നത്. അതിനാണ് അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയാം. അപ്പോൾ രാജസ്ഥാൻ ഭവാനി വണ്ടിക്ക് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട് ഇവിടുന്ന് നാട്ടിൽ നിന്ന്. പക്ഷേ അതിനിപ്പോൾ വാടകൻ്റെ ചെറിയ പ്രശ്നം നിൽക്കാം. ഞങ്ങൾ 2 ലക്ഷം രൂപ വാടക പറഞ്ഞിട്ടുണ്ട്. പാർട്ടി 1,90,000 പറയുന്നുണ്ട്. 1,90,000 രൂപ പാർട്ടിയും പറയുന്നുണ്ട്, 2 ലക്ഷം രൂപ ഞങ്ങളും പറയുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറുമാറും ആകുകയാണെങ്കിൽ 1,95,000 നമ്മൾ പോകാൻ ചാൻസ് ഉണ്ട്. അവരെന്തെങ്കിലും കൂട്ടി തരികയാണെങ്കിൽ നമ്മൾ പോകും. ഇല്ലെങ്കിൽ വലിയ വേറെ ലോഡ് നോക്കും നമ്മൾ. ഭവാനി വണ്ടി രാജസ്ഥാൻ റൂട്ടിൽ എന്താ വെച്ചാൽ ഭയങ്കര ചിലവാണ്. RTO കൂടുതൽ, പോലീസ് കൂടുതൽ, ഒരുപാട് എക്സ്പെൻസാണ്. പിന്നെ കുറേ ഓടാനും ഉണ്ട്. 2,400-2,500 കിലോമീറ്റർ വൺ സൈഡ് തന്നെ വരും. അപ്പോൾ ഏകദേശം പോയി വരുമ്പോൾ 5,000 കിലോമീറ്ററിൻ്റെ അടുത്ത് 4,000 ചില കിലോമീറ്റർ എന്തായാലും ഉണ്ട്. ഞാൻ സുമാറ പറയുന്നത്. ചിലപ്പോൾ ഭവാനി വണ്ടിയിൽ നിന്ന് അവിടെ ഓടാണ്ടാവലുണ്ട്, ചിലപ്പോൾ അവിടെ വണ്ടിയിൽ നിന്ന് അങ്ങനെയും ലോഡാവലുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ കുഴപ്പമില്ല. ഭവാനി വണ്ടി ഓടാനുണ്ടെങ്കിലാണ് ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ 2 ലക്ഷം രൂപ പറഞ്ഞിട്ടുണ്ട്. അവർ 1,90,000 പറയുന്നുണ്ട് പാർട്ടി. ഒരു 1,95,000 കിട്ടിയാൽ നമ്മൾ ഓക്കെ ആക്കും. ഇല്ലെങ്കിൽ നമ്മളിന്ന് രാത്രി മൈസൂർ പോകും. മൈസൂർ പോയിട്ട് ആൻ പോസ്റ്റ് പറഞ്ഞ സ്ഥലത്ത് ഇഞ്ചി കയറ്റാൻ പോകും, HD കോട്ട. അവിടുന്ന് നാഗ്പൂർ പോകും. അപ്പോൾ അവിടെ ഓറഞ്ച് സീസൺ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങോട്ട് കുഴപ്പമില്ലാത്തൊരു വാടക ഉണ്ട്. ഓറഞ്ച് കയറ്റി വരും. ഇവിടുന്ന് അങ്ങോട്ട് ഇഞ്ചി കയറ്റി പോകും. ഇവിടുന്ന് അങ്ങോട്ട് ഒരു 80 രൂപ 85 രൂപേൻ്റെ ഉള്ളിലെ വാടക വെക്കുകയുള്ളൂ. അവിടുന്ന് ഇങ്ങോട്ട് ഒരു 1,10, 1,5, 1,15 ഇപ്പോൾ വാടക ഓടിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ നോക്കാം നമുക്ക്. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മളെ വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്യും. എല്ലാവർക്കും ഇപ്പോൾ നമ്മളെ ഇഷ്ടപ്പെട്ടോളൊന്നുമില്ല. ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് പറ്റുകയാണെങ്കിൽ അത് സബ്സ്ക്രൈബൊക്കെ ചെയ്യും. അങ്ങനെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ. അങ്ങനെ സമയം രാത്രി 2 മണിയാണ് ഇപ്പോൾ. അങ്ങനെ സമയം രാത്രി 2 മണിയാണ് ഇപ്പോൾ. നമുക്ക് നാളെ രാവിലെ 6-6:30 മണിക്ക് ബ്രേക്ക് എടുക്കാൻ പെരിന്തൽമണ്ണ പോകണം. അപ്പോൾ രാവിലെ ടയർ കുടിക്കാനാവില്ല. അപ്പോൾ നമ്മൾ പുതിയ 2 ടയർ വാങ്ങിയിട്ടുണ്ട്. അത് ഫിറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടയർ ബാക്കിലോട്ട് പോവും, ആ ടയർ മുന്നിൽ പോകും. വാവോ, ഇത് വലത്തെ ഭാഗം ഡമ്മിയാ. അപ്പോൾ നമുക്കിപ്പോൾ മാഷാ അല്ലാ എല്ലാ ടയറും പുതിയതായി. ഇപ്പോൾ വണ്ടിക്ക് 14 ടയറുണ്ട്. 14 ടയറും പുതിയതായിട്ടാണ്. 12 ടയർ റണ്ണിങ് കണ്ടീഷൻ, 2 സ്റ്റെപ്പിനി, എല്ലാം പുതിയതാണ്. അപ്പോൾ നമ്മളിപ്പോൾ താഴെക്കോടാണ് ഉള്ളത്. വണ്ടി പെരിന്തൽമണ്ണ താഴെക്കോടാണ് ഉള്ളത്. താഴെക്കോട് ആണ് നമ്മളെ വണ്ടിയുടെ ഓണർ വീട്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു പഞ്ചർ കടയുണ്ട്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ മാറ്റുന്നത്. സമയം ഇപ്പോൾ രാത്രി 2 മണിയാണ്. ഓണർ അവിടെ ചെയ്ത്താൻ ചെമ്പേറ്റിക്കണമായി നിൽക്കണ് അല്ലേ, കാവലിരിക്കാണ്. ഉറങ്ങാൻ ഞങ്ങൾ ഉറങ്ങിയാലേ നിങ്ങൾ ഉറങ്ങാൻ പാടുള്ളൂ. നിങ്ങൾ മുതലാളിമാരാണ് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ ഉറങ്ങണ്ടേ. ഇനി രാവിലെ 6:30 നീച്ച് പോകണം. അപ്പോൾ ഞാൻ പാണ്ടിക്കാടാണ്. എനിക്ക് ഇവിടുന്ന് പോയി രാവിലെ 6 മണിക്ക് ഇവിടെ എത്തലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ മുതലാളിൻ്റെ വീട്ടിൽ കിടക്കുന്നു. ഞങ്ങൾക്ക് അവിടെ ഒരു AC റൂമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടി ഇതാണ്. പരിപാടി നടന്നുകൊണ്ടിരിക്കുക. രാത്രി 2 മണി.
അപ്പോൾ തായക്കോടാണ് ഈ പഞ്ചർ കട ഉള്ളത്. ഇവിടെ 24 ആണ്. നൈറ്റിൽ വന്നാലും കിട്ടും കേട്ടോ. എൻ്റെ നമ്പറാണ്. ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടൂലേ ബാബു? ഈ നമ്പറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ആൾ ഇവിടെ തന്നെ ഉണ്ടാവും. 96 00 60 69 60 ബാബു. അപ്പോൾ ഇതാണ് സ്റ്റാർ ടയർസ് പഞ്ചർ വർക്ക്, തായക്കോടാണ്. ബാബു ഒന്ന് നോക്കാം, ഇവനാണ് ആളിട്ടോ ബാബു. അപ്പോൾ എന്ത് പണി ഉണ്ടെങ്കിലും രാത്രി വിളിച്ചാൽ ഇവിടെ വരും, ആളെത്തും, വണ്ടി കൊടുക്കാൻ. അപ്പോൾ ബാബു പറയുന്നത് വെച്ചാൽ ലൈനിക്ക് കുടുങ്ങുകയാണെങ്കിലും വിളിക്കുക, അപ്പോൾ ലൈനിക്കും വരും എന്നാണ് പറയുന്നത്. പരമാവധി ഇവിടെ എത്താൻ വേണ്ടി നോക്കുക. അപ്പോൾ പാലക്കാട് പെരിന്തൽമണ്ണ റൂട്ടിൽ ഓടുന്ന വണ്ടിക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പെരിന്തൽമണ്ണ ഏരിയയിൽ താഴെക്കോട് വെച്ചിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ തിരൂർക്കാടും കടയുണ്ട് അത്ര ഇവർക്ക്. ആ നമ്പർ ഈ നമ്പറിൽ അടിച്ചാൽ കിട്ടുമോ നമ്പർ തിരൂർക്കാടത്തെ? അപ്പോൾ തിരൂർക്കാട് ഇവർക്ക് കടയുണ്ട്. ആ നമ്പറിൽ വിളിച്ചാലും കിട്ടും. ആർക്കെങ്കിലും എന്തെങ്കിലും നൈറ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ വിളിച്ചോളി, ആൾ റെഡിയാക്കി തരും. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ശരിയാക്കുന്നുണ്ട്. രാത്രി 2 മണിയാണ് ഇപ്പോൾ സമയം. അപ്പോൾ ഇതാ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ നമസ്കാരം. അങ്ങനെ നമ്മളിപ്പോൾ പെരിന്തൽമണ്ണ ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു RTO ഉള്ളൂ. അപ്പോൾ നേരത്തെ തുടങ്ങും. 9 മണിയാകുമ്പോൾ എല്ലാ വണ്ടിക്കും ബ്രേക്ക് കൊടുക്കും എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നേരത്തെ വന്നേക്കാണ്. ഇപ്പോൾ സമയം 6:40 ആയിട്ടുള്ളൂ രാവിലെ. അപ്പോൾ ഇതിന് ഈ വണ്ടികളൊക്കെ ഇവിടെ എത്തി റെഡിയാണ്. ഇതൊന്നും ബ്രേക്ക് എടുക്കാനല്ല, ഇതൊക്കെ കച്ചവടക്കാരുടെ വണ്ടിയാണ്. ഈ വരിയിട്ട് കിടക്കുന്നതാണ് ബ്രേക്ക് എടുക്കാനുള്ള വണ്ടികൾ. അങ്ങനെ പോയിക്കാണ്. അപ്പുറത്തുണ്ട്. ഇവിടെ പെരിന്തൽമണ്ണ സ്റ്റാൻഡിലാണ് ഇപ്പോൾ. എന്താണ് എല്ലാവരും ഇവിടെ വീഡിയോ എടുക്കട്ടെ. ഒക്കെ വണ്ടിൻ്റെ അടുത്തൊക്കെ വന്നേക്കാണ്. ഒക്കെ ഒരു കിടക്കാറല്ലേ? ഒക്കെ ഒരു 6 മാസം 7 മാസത്തെ ഡിഫറൻസുകളുണ്ട്. അങ്ങനെ നമ്മളെ കുട്ടികളുണ്ട്, മുതലാളി കുട്ടികളുണ്ട് ഇതിൽ ഒക്കെ പാടെ വന്നിരിക്കുന്നത്. ഒക്കെ ലോറി കമ്പക്കാരാണ്. ലോറിയാണ് മരിച്ചാണ്. അങ്ങനെ നമ്മൾ പാണ്ടിക്കാടാണുള്ളത്. പാണ്ടിക്കാട് ഇപ്പോൾ വണ്ടിക്ക് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലാണ് പാണ്ടിക്കാട്. ഇവിടെ ഒരു കന്നുചന്ത ഉണ്ട്, അതിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. ഇനി കുറച്ച് സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഇടാണ്ട്. ബ്രേക്കൊക്കെ എടുത്തു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഞായറാഴ്ച ആയിട്ട് മൈസൂർ ഭാഗത്തേക്ക് പോയി ഇഞ്ചി കയറ്റി പോകണം, നാഗ്പൂർക്ക്. അങ്ങനെ 3 മുതലാളിമാരുണ്ട്. ഇത് നമ്മളെ ചെറുക്കനാട്ടോ, നമ്മളെ 2ാമത്തെ ചെറുക്കനാണ്. ഇത് മുതലാളി ഫിറോസ്, അത് ഫൈസൽ. ഇത് നമ്മളെ കുട്ടികളാണ്. ഈ പച്ച ടീഷർട്ട് ഇട്ടത് 2 ഇരട്ട കുട്ടികളാണ്. കുട്ടികൾ കുറേ ഉണ്ട്, ഒക്കെ ഒരേ തരായ കയ്യാ. കൊടുക്കലേ ആദ്യൻ്റെയൊക്കെ നിർത്തിയോ? അടുത്തോ നീ ഇതൊക്കെ പാടെ കൂട്ടി നമുക്ക് പൈസ പോണതിന് മുന്നേ ടൂർ പോകണം. അങ്ങനെ നമ്മളെ നാട്ടിലാണ്, പാണ്ടിക്കാടാണ് ഇപ്പോൾ ഉള്ളത്. സമയം 10 മണിയായി തുടങ്ങി. നമ്മളെ വണ്ടീൻ്റെ സ്റ്റിക്കർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ഡോർമലും ഗ്ലാസ്മലൊക്കെ ചെറിയ സ്റ്റിക്കർ കൊടുക്കുകയാണ്. പണി കഴിഞ്ഞിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് പാണ്ടിക്കാട് മേലാറ്റൂർ റൂട്ടിലാണ്. മേലാറ്റൂർ റൂട്ടിൽ PKM എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ട്, അതിൻ്റെ അടുത്താണ് നമ്മളെ സ്റ്റിക്കർ കട. അവിടെ കാണുന്നതാണ് M2. അപ്പോൾ നമ്മളെ സ്റ്റിക്കർ വർക്കൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഫീദ് ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരം 10 മണിയായി, പണി കഴിഞ്ഞിട്ടില്ല. നമ്മൾ പണി ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ഇനിയും കുറച്ചും കൂടിയൊക്കെ ഒട്ടിക്കാനുണ്ട്. എന്തെങ്കിലും സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാനുണ്ടെങ്കിൽ പോകുന്നോളൂ കേട്ടോ, പാണ്ടിക്കാട്ടേക്ക് പോകുന്നോളൂ. മേലാറ്റൂർ റോട്ടിൽ വരിക, PKM ഹോസ്പിറ്റലുണ്ട്, അതിൻ്റെ അടുത്ത് തന്നെയാണ്. അതിൻ്റെ നേരെ അപ്പുറത്തെ ബിൽഡിങ്ങാണ് കട.
നമ്മൾ കുറേ കൊല്ലങ്ങളായിട്ട് ഇവരൊക്കെ തന്നെ ഒട്ടിക്കണത്. അപ്പോൾ നമുക്ക് വണ്ടി ഇല്ലാത്തത് കാരണം ഇപ്പോൾ ഒരു 1-2 വർഷമായിട്ട് നമ്മൾ പണിയൊന്നുമില്ല. ഇവിടെ ഒരു വണ്ടി പണി നടക്കുന്നുണ്ട്. അവിടെ ഷോപ്പിൽ JCB ഉണ്ട്, ഒരു കൊട്ട ജീപ്പും ഉണ്ട്. 10 മണിയായി, എല്ലാ വണ്ടി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 5-6 പേരുണ്ട് പണിക്ക്. അപ്പോൾ പാണ്ടിക്കാടാണ് നമ്മൾ മേലാറ്റൂർ റോട്ടിൽ. ഇവിടെ ഒരു കാളച്ചന്ത ഉണ്ട്. കാളച്ചന്തൻ്റെ അടുത്താണ് PKM ഹോസ്പിറ്റല്. നല്ല അടിപൊളി ഡിസൈന്, സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു തരും. ആവശ്യക്കാരുണ്ടെങ്കിൽ പോന്നോളി. അപ്പോൾ നമ്മളെ സ്റ്റിക്കർ കടയിലാണ് ഇപ്പോൾ ഉള്ളത്. നേരെ രാത്രി 2 മണിയായി. രാത്രി 2 മണിയാണ്. ഇന്നലെ രാത്രി 2 മണിക്ക് നമ്മൾ ടയറാണ് കുടിക്കിയത്. ഇന്ന് രാത്രി 2 മണിക്ക് നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാളെ രാത്രി 2 മണിക്ക് എന്താ കോലന്നാവും. അപ്പോൾ നമ്മൾ വണ്ടി ഇതാണ്. സ്റ്റിക്കർ കാര്യങ്ങൾ ഇനി കുറച്ചുകൂടി അവിടെ സൈഡ് ഗ്ലാസ് ഒക്കെ വരാനുണ്ട്. പണി നടന്നുകൊണ്ടിരിക്കണുള്ളൂ. നേരെ 2 മണിയാണ് കേട്ടോ. പെലച്ചറ ടൈമാണ് ഇപ്പോൾ. അവർക്ക് നാളെ എന്താ ബസ് വരാണ്ട്, ടൂറിസ്റ്റ് ബസ്സിൻ്റെ വർക്ക് ഉണ്ട്. അപ്പോൾ ഇന്ന് രാത്രി തന്നെ തീർക്കണം എന്ന് പറഞ്ഞാൽ ഓലങ്ങനെ എടുക്കണേ. അങ്ങനെ രാവിലെ പകലില്ല അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മളെ വണ്ടിമൊക്കെ വരാനാണ്. ചെക്കന്മാർ രാവും പാലാണ്. 24 ആണ് വർക്ക് അല്ലേ? 24 ആണ് അറിയാം. ഇത് നമ്മളെ സൈഡ് ഗ്ലാസ് ആണ്. ഓലിവിടെ നേരം കൊണ്ട് തീർക്കാം. നേരം 2 മണിക്ക് അല്ലേ? രാത്രി 2 മണിക്ക് നേരം കൊണ്ട് തീർക്കാൻ അറിയാം. സൈഡ് ഗ്ലാസിന്റെ വർക്കിലാണ് ഇപ്പോൾ. അങ്ങനെ നമ്മളെ ചെറുക്കനാണ്, അടുത്ത വണ്ടി പിരാന്തനാണ് വരുന്നത്. അല്ലേ? എവിടെക്ക പോണേ? മഹാരാഷ്ട്രയിൽ പോയിക്കോന്നാ, അല്ലെങ്കിൽ മൈസൂരിൽ പോയിക്കോ. പോയിക്കോ, ലോഡായിട്ട് പോവാ. ഞാൻ അവിടെ ഉണ്ടാവും. ഞാൻ പോയി ഇറക്കിക്കോളാം. ഇജ്ജ് കയറ്റി തരുമോ? ഇജ്ജ് ലോഡ് കയറ്റി തരുമോ? ഞാൻ ഇറക്കാൻ പോയെങ്ങായി നാളെ ഇരുന്നേട്ടാ. അങ്ങനെ നമ്മളെ കൊമ്പൻ റെഡി ആയിട്ടുണ്ട്. നമ്മളെ നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. പാണ്ടിക്കാടാണുള്ളത്. തമ്പാനങ്ങാടി എന്ന് പറയും. തമ്പാനങ്ങാടിയിലാണ് ഇപ്പോൾ വണ്ടി ഉള്ളത്. ഏകദേശം ഇന്നലെ രാത്രി 2:30 മണിയായിക്കണ് വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത്. അപ്പോൾ മാഷാ അല്ലാഹ് കായ് കുറച്ച് പോയാലും സാറായിക്കണ്. അപ്പോൾ നമ്മളെ വണ്ടിയുടെ ബ്രേക്കെല്ലാം കഴിഞ്ഞു, പണിയെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ നാടായ പാണ്ടിക്കാട് തമ്പാനങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ പണി ഇങ്ങനെയൊക്കെയാണ്. ഇതെല്ലാം നമ്മളിപ്പോൾ പുതിയത് വെച്ചതാണ്. ഈ ഗ്രില്ല്, അതുപോലെ ഈ ലൈറ്റ്, ഈ തൂങ്ങിക്കിടക്കുന്ന മാലകൾ, ഈ ഹൈവേ കിങ് MK ബ്രദേഴ്സിൻ്റെ ഒക്കെ എഴുതിയത് ഇപ്പോൾ പുതിയത് വെച്ചതാണ്. ഇപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടേജ് ഇങ്ങനെയാണ്. മേലെ MK ബ്രദേഴ്സാണ്. ഈ സ്റ്റിക്കറുകളൊക്കെ പഴയതാണ്, പക്ഷേ ഇതെല്ലാം മാറ്റിയിട്ടുണ്ട്. നമ്മളെ ഈ പൂന എക്സ്പ്രസ്, അതുപോലെ AC ആൻഡ് DTS ഇതൊക്കെ പഴയതാണ്. അപ്പോൾ നമ്മളെ പണികളെല്ലാം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഏകദേശം 2 ലക്ഷം രൂപ, 2 ലക്ഷത്തിൻ്റെ മുകളിൽ പോയി ഇപ്പോൾ ചിലവ്. നമുക്കിപ്പോൾ 2 ലക്ഷം രൂപയുടെ അടുത്ത് ടയറെല്ലാം വാങ്ങിയിട്ടുണ്ട്. അത് കാരണം 2 ലക്ഷത്തിൻ്റെ മുകളിൽ ചിലവായി. അപ്പോൾ ലോറി വണ്ടിപ്പോൾ ആരും എടുക്കാൻ നിൽക്കേണ്ട, ചിലവുകൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് പാണ്ടിക്കാട് നിന്നാണ് നമ്മൾ സ്റ്റിക്കർ വർക്ക് ചെയ്ത്. 7000 രൂപയുടെ സ്റ്റിക്കറാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മേലെ ഒരു BS4 3118, അതുപോലെ കൊമ്പൻ. ഇത് നമുക്ക് ലെഫ്റ്റ് സൈഡല്ലേ, റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ റെസ്റ്റ് ഏരിയ. പിന്നെ AC DTS, AC നമ്മൾ വെക്കുന്നുണ്ട്.
ഏകദേശം ഒരു 2 മാസം ചൂടൊന്ന് തുറക്കട്ടെ. ഇപ്പോൾ ചൂടൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ അതിന് ഇനിയിപ്പോൾ ഒരു 4-5 ദിവസം 2 ദിവസമൊക്കെ നിർത്തി കൊടുക്കണം വണ്ടി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ സ്റ്റിക്കർ വർക്ക്. സ്റ്റിക്കർ വർക്ക് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, ഞങ്ങൾ അഭിപ്രായങ്ങൾ പറയും. വണ്ടി ഉസാറായോ മോശമായോ എന്തെങ്കിലും കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ കമൻറ്റിലൂടെ അറിയിക്കും. അപ്പോൾ പാണ്ടിക്കാട് നിന്നാണ് നമ്മൾ ചെയ്തത്. ഇത് ഡൈനൈറ്റ് എക്സ്പ്രസ്. നമ്മൾ കൂടുതൽ ഡേ റോഡ് കൂടിയല്ലേ, അപ്പോൾ ഡൈനൈറ്റ് എക്സ്പ്രസ്. ഇനി നമുക്ക് ഇതിലൊരു ഗ്ലാസ് വരാനുണ്ട്. അതിപ്പോൾ വണ്ടിയിൽ കിടക്കുന്നുണ്ട്, ഫിറ്റാക്കാൻ ടൈം കിട്ടിയിട്ടില്ല. പിന്നെ എന്താ പറയുക, നമ്മളെ വീൽ കപ്പ് ആദ്യം സ്റ്റീൽ കളറായിരുന്നു. അപ്പോൾ നമുക്കൊരു അഭിപ്രായം കളർ മാറ്റിയാലോ. ഇതിപ്പോൾ ടയർ പുതിയത് വാങ്ങിയതാട്ടോ. ഇതുണ്ടോ ടയറിൻ്റെ മുള്ളാണ് ഈ കാണുന്നത്. മിനിഞ്ഞാന്ന് ബ്രേക്കിന് പോകാം രാത്രി 2 മണിക്കാണ് നമ്മൾ ഈ ടയർ കൊടുക്കുന്നത്. അത് പെരിന്തൽമണ്ണ തായക്കോട്, മുതലാളിയുടെ നാടായ പെരിന്തൽമണ്ണ തായക്കോട്. ഇനിയിപ്പോൾ ഇത് രാത്രിയൊക്കെ കാണാൻ രസം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു സ്റ്റിക്കർ വർക്കൊക്കെ. ഇവൾ നമ്മളെ വല്ലാതെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. നീ നോക്കണ്ട ഉണ്ണി, ഞാനല്ല. അപ്പോൾ നമ്മുടെ ഈ ടയർ പുതിയതാണ്. ഈ ടയറെന്നല്ല, ഈ വണ്ടിമ്മ ഇപ്പോൾ 14 ടയറുണ്ട്. 14 ടയറുണ്ട്. 14 ടയറും പുതിയതാണ്. ഇത് പുതിയതാണ്, ഇത് പുതിയതാണ്. ഇതൊക്കെ ഏകദേശം ചെയ്യാനായി തുടങ്ങിയിട്ടോ. ഈ വലിയ വാഹനങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഒരു സൈഡ് ടയർ ക്ലിയറായി വരുമ്പോൾ അടുത്ത സൈഡ് ചെയ്യാനാവും. അതൊക്കെയാണ് ഈ വലിയ വാഹനങ്ങൾക്ക്. വലിയ വാഹനങ്ങൾ കൊണ്ടുനടക്കുന്നവർക്ക് അറിയാം ഇതിൻ്റെ എക്സ്പെൻസ്. അതായത് ടയർ തയ്ച്ചാൽ തികയില്ല. ടയർ എല്ലാ ട്രിപ്പിലും ടയറിൻ്റെ പ്രശ്നങ്ങളായിരിക്കും. 14 ടയർ ഇപ്പോൾ പുതിയതുണ്ടെന്ന് പറഞ്ഞു ഞാൻ. ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചെയ്യാനാവും. അതേ മാതിരി ആ സൈഡിലും ചെയ്യാനാവും. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 1.5 മാസം 2 മാസം കൂടിയാൽ ഇത് ചെയ്യാനാവും. അതിൻ്റെ അടിയിൽ വേറെ കല്ലോ മുള്ളോ കൊമ്പൊക്കെ തട്ടിക്കാണ്ട് റോഡ് അടിച്ചിറങ്ങുമ്പോഴോ അങ്ങനെയൊക്കെ കല്ലടിച്ച് കണ്ട് അതും പോകും. അങ്ങനെയൊന്നും പോകാതെ കട്ടെ. പോയാൽ അത്രയും പൈസക്ക് ചിലവാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കൂളിംഗാണ്, ബ്ലാക്ക് കൂളിങ്ങിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഡോറ് വെക്കാൻ നമുക്ക് 35,000 റുപ്യ ചിലവാണ്. മൊത്തത്തിൽ ഇപ്പോൾ നമുക്ക് 2 ലക്ഷത്തിൻ്റെ ഫുള്ള് കണക്ക് കൂട്ടിയില്ല. എന്തായാലും 2 ലക്ഷത്തിൻ്റെ മേലെ ചിലവായി. ഈ സ്റ്റെപ്പ് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല. ഈ 2 സ്റ്റെപ്പ് വെക്കാൻ തന്നെ 7,000 രൂപയാണ്. ഈ 2 ഗ്ലാസ് വെക്കാൻ ഇത് അതേ സൈഡ്, ആ സൈഡും ഈ സൈഡും വെക്കാൻ 35,000 രൂപയാണ്. അങ്ങനെ നമുക്ക് ബോഡി വർക്ക്ഷോപ്പിൽ മാത്രമായിട്ട് നമുക്ക് 85,000 രൂപ ചിലവാണ്. ബോഡി വർക്ക്ഷോപ്പിൽ നമുക്ക് 90,000 രൂപ അവർ പറഞ്ഞു, 85,000 നമ്മൾ കൊടുത്തു. പിന്നെ നമുക്ക് അവിടെ ഗ്ലാസ് വീഡിങ് അങ്ങനെയൊക്കെ വരാം, ഒരുപാട് ചിലവുകളുണ്ട്. ബാക്കൊക്കെ പിന്നെ അതേമാതിരി തന്നെയാണ്, ഒന്നും കാട്ടിയില്ല. പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു ബീൽ മാറ്റ് വെച്ച് പമ്പറിന്. അപ്പോൾ അതിന്മേൽ വെറുതെ നമ്മൾ കുറേ കമൻറ്റുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ കീപ്പ് ഡിസ്റ്റൻസ്, അകലം പാലിക്കൂ. ഇത് നമ്മൾ ABS ബ്രേക്ക്, അപ്പോൾ അതും എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഭക്ഷണം, സ്ലീപ്പ്, ഡ്രൈവ് ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മളെ മനാഫ് ബായിൻ്റെ ഒരു 1-2 കമൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളുടെ എഴുതിയിട്ടുള്ളത് ഇതാണ്: വെറുതെ ചൊറിയാൻ നിൽക്കണ്ട, നമ്മൾ ചോട്ടാ മോട്ട ആളല്ല ബായി എന്നാണ് എഴുതിയിട്ടുള്ളത്. വെറുതെ തമാശയൊക്കെ എഴുതിയ കേട്ടോ, ഞാൻ അതൊരു കാര്യത്തിലാക്കി എടുക്കാൻ നിൽക്കണ്ട. നമ്മൾ മനാഫ് ബായിൻ്റെ ഡയലോഗാണ്. പിന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ ശ്രദ്ധിക്കുക അമ്പാനെ, നമ്മളെ ലോറി ലൈഫ് റിയാസിൻ്റെ യൂട്യൂബിൻ്റെ ഐഡിയാണ്. അതും ഞാൻ വെറുതെ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക അമ്പാനെ, അതായത് ശ്രദ്ധിച്ച് ഓവർടേക്ക് ചെയ്യുന്നില്ലാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ ചോട്ടാമോട്ട ആളല്ല. അപ്പോൾ ഇങ്ങനെ പോകുന്നു. ഈ സൈഡൊക്കെ ആയി നമ്മൾ ഇവിടെ നിന്ന് സ്റ്റെപ്പിന് അത് ചെയ്യാനായി തുടങ്ങിയതാണ്. ഇനിയിപ്പോൾ ഇതിപ്പോൾ നമ്മൾ നിലവിൽ ഓൾറെഡി ഫ്രണ്ടിലുണ്ടായിരുന്നു. ഫ്രണ്ടിലേക്ക് നമ്മൾ പുതിയ ടയർ വാങ്ങിയപ്പോൾ ഇത് ബാക്കിലോട്ട് ഇട്ടു. അപ്പോൾ ഇതും ഏകദേശം 2 മാസം ഓടിക്കഴിഞ്ഞാൽ ചെയ്യാനാവും. അതേ ടൈമിൽ തന്നെ ഇതും ആവും. അപ്പോൾ 14 ടയറിൽ ഈ വണ്ടിക്ക് ഇനി 2-2.5 മാസം കഴിഞ്ഞാൽ വീണ്ടും വേണം ടയർ. എന്താപ്പം നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതാണിപ്പോൾ അവസ്ഥ. ഫ്രണ്ടിലുണ്ടായിരുന്ന ടയറാണ്. ഇനിയിപ്പോൾ നമ്മൾ 2-2.5 മാസം ഈ ഓറഞ്ച് സീസൺ ആണെങ്കിൽ നല്ല ഓട്ടം കൂടും, കിലോമീറ്ററുകൾ മറിയും. വലിയ ചിലവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വണ്ടിക്ക് കാലി ബോക്സൊക്കെ ആയിരിക്കും. അപ്പോൾ 2 മാസം കഴിഞ്ഞാൽ അതൊക്കെ പുതിയ ടയറാണ്. ഇതൊക്കെ ഇനി മാറ്റേണ്ടി വരും. 2-3 മാസം ഇതൊക്കെ കിട്ടുള്ളൂ. ലോറിയല്ലേ, പെട്ടെന്ന് ടയർ ചെയ്യും. 1 ലക്ഷം കിലോമീറ്റർ ഓടുമ്പത്തിന് റേഡിയൽ ടയർ നമുക്ക് ഏകദേശം 1 ലക്ഷം, 1.5 പലമാരും കിട്ടും. ഈ ഹൗസിങ്ങിൽ കിടക്കുന്ന ടയറിന് ലൈഫ് കമ്മിയാണ്. എന്താ വെച്ചാൽ ഇത് വെറുതെ റോട്ടിൽ കടന്ന് തിരിയും.
അപ്പോൾ പെട്ടെന്ന് ടയർ തേയ്മാനം വരും. അതിന് വേണ്ടി ഇവിടെ വരുന്ന ഈ ഡമ്മിയുടെ ടയർ ഇത് തിരിയില്ല. ഇത് വെറുതെ റോട്ടിൽ നമ്മൾ തിരിക്കണോടത്തോ പിടിക്കണോടത്തോ ഒന്നും സ്ലിപ്പാവില്ല. അപ്പോൾ ഈ ടയർ നല്ല ലൈഫ് കിട്ടും. ഇതിന് ലൈഫ് കമ്മിയാണ്. അതായത് മൈലേജിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ലൈഫ് പറഞ്ഞാൽ പൊട്ടലും ചീറ്റലും അല്ല. ഇനി നമുക്ക് നമ്മളെ വീൽ കപ്പ് കൊടുക്കാണ്ട്, അത് കൊടുക്കിയിട്ടില്ല. വീൽ കപ്പ് വരാണ്ട് ഈ സൈഡിലേക്ക് ഇത് നമ്മളെ നാട്ടിലാണ്. ഇവിടെ കുറേ വണ്ടികൾ നിർത്തുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ ഇവിടെ പിന്നെ കുറേ ലൈറ്റുകളൊക്കെ വെച്ചിട്ടുള്ള എക്സ്ട്രാ ലൈറ്റുകളാണ്. പഴയമാതിരി ഡീസൽ ടാങ്ക്. പിന്നെ നമ്മൾ ഇന്നാൾ ഇൻഡോറിന്ന് വാങ്ങിയ ടയറാണ്. ഈ ടയറുകൾക്കൊക്കെ പ്രശ്നം എന്താണ്, ഈ ചെറിയ ചെറിയ കല്ലുകൾ ഭയങ്കര കയറിക്കൂടും. നല്ലോണം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ഈ ഓട്ടം തുടങ്ങിയതൊക്കെ മാന്തി എടുക്കൽ തുടങ്ങും. ഇപ്പോൾ കാലി വണ്ടി അല്ലേ ഇതുവരെ. അപ്പോൾ ഇതന്ന് നമ്മൾ ഇൻഡോറിന്ന് പിന്നെ 36,000 ഉറുപ്പ്യക്ക് വാങ്ങിയ ടയറാണ്. ആ ടയർ ഇപ്പോൾ ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വാങ്ങി 39,400 ഉറുപ്പ്യയായിട്ട് പറഞ്ഞത്. 39 ഉറുപ്പ്യാണ് ഇപ്പോൾ ഈ ടയറിന്. അപ്പോൾ എത്ര ദിവസം ഒരു 2 മാസം ഒരു മാസം കൂടുമ്പോൾ ടയറിന് 1000 കൂടുകയാണ്. അതൊന്നും ആരും അറിയുന്നില്ല. ഓയിൽ കൂടുന്നു, ഗ്രീസ് കൂടുന്നു, പാർട്സുകൾ കൂടുന്നു. ഈ ഡീസലിന് വില കൂടുന്നത് മാത്രമേ ജനങ്ങൾ അറിയുള്ളൂ. അല്ലാത്തൊരു സംഗതി ജനങ്ങൾ അറിയില്ല. ഓയിൽ മറ്റുള്ള പാർട്സുകളാണ് ഭയങ്കര അടിക്കടി കൂടുന്നത്. ഇപ്പോൾ ക്ലച്ച് ഡിസ്കൊക്കെ 6,800 ഉറുപ്പ്യ 7,000 ഉറുപ്പ്യ ഉണ്ട്. അതിൻ്റെ ക്ലച്ച് ഡിസ്കൊക്കെ ഇപ്പോൾ 12,000 ഉറുപ്പ്യ 11,000 ഉറുപ്പ്യൊക്കെ ആയി. ഫാന് ടൈപ്പ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സൈഡ് ഇങ്ങനെയാണ്, റൈറ്റ് സൈഡ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് പൈലറ്റ്, അതായത് ഡ്രൈവർ കൊമ്പൻ. ഇതാണ് പൈലറ്റ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ കൂളിങ്ങിലാണ്. ഈ ഗ്ലാസ്സൊക്കെ വരുന്നത് കൂളിങ്ങിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റിക്കർ വർക്ക്. ഏകദേശം പറഞ്ഞില്ല സ്റ്റിക്കർ. അതുപോലെ നമ്മളെ ഈ ഗ്ലാസിൻ്റെ ഈ വീഡിങ്, മെയിൻ ഗ്ലാസിൻ്റെ വീഡിങ് ഇതൊക്കെ തമിഴ്നാട് പോയാൽ ഒക്കെ വലിച്ച് പൊറിച്ചിടും. അപ്പോൾ അതൊക്കെ പുതിയതാണ്. തമിഴ്നാട്ടിൽ നമുക്ക് സ്റ്റിക്കർ വർക്കും ഈ വീഡിങ്ങും മേലെ ഇത് നമുക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല കേട്ടോ. ഈ ചെറിയ ഗ്ലാസ് ഇതിപ്പോൾ നമ്മൾ ബ്രേക്കിന് വെച്ചതാണ്. ഈ ഗ്ലാസ് ഇതൊക്കെ വെക്കാനാണ് നല്ല പൈസ ചിലവായത്. ഡോറിന് 35,000. ആ ഗ്ലാസ് 2 ഗ്ലാസ് വെക്കാൻ 6,000 ഉറുപ്പ്യോളം വരും, അപ്പുറം ഇപ്പുറം. അപ്പോൾ നമ്മുടെ മുതലാളിമാർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, വണ്ടി ചുറുക്ക് വേണം, പൈസ നമുക്ക് പ്രശ്നമല്ല, വണ്ടി പണിയെടുപ്പിച്ചോ എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ എൻ്റെ ഐഡിയക്കാണ് പണിയെടുപ്പിച്ചു. അപ്പോൾ ഓരോ കണക്കിൽ ഇപ്പോൾ ഇത് എത്രയോ ലാഭമാണ്. ഇതിപ്പോൾ ഒരു പുതിയ ബോഡി ഇട്ടി വരുന്ന മാതിരി ആയി വണ്ടി. നമ്മുടെ മുതലാളിമാർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വണ്ടി കുട്ടികളെ നോക്കണമായിരുന്നു നോക്കണം. അതിന് എത്ര പൈസ ആയാലും വേണ്ടില്ല. എന്ത് സംഗതി ഒപ്പിച്ച് കൊണ്ടുനടക്കരുത്. അത് കേടുന്നു ഇത് കേടുന്നു പറയരുത്, വൈക്ക നിൽക്കരുത്. പൈസ ഇല്ലാന്നിട്ട് മാറ്റാതെ നിൽക്കരുത്. പൈസ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വരും. അത് ഗൂഗിൾ പേ ഒക്കെ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ വണ്ടി ലൈനിൽ നിൽക്കരുത്. പിന്നൊക്കെ പടച്ചോൻ്റെ അടുത്താണ് കാര്യങ്ങൾ. നമ്മളെ വണ്ടിക്കൊരു പേരുണ്ട്. നമ്മളെ ഉള്ളിപ്പാർട്ടികളുടെ അടിയിലൊക്കെ നമുക്കൊരു പേരുണ്ട്. ഈ വണ്ടിയിൽ ലോഡ് കയറ്റിയാൽ 2-ാം ദിവസം നാട്ടിൽ ലോഡ് ഇറക്കാമെന്നത്. ചില വണ്ടികളിലൊക്കെ 3-ാം ദിവസമൊക്കെ ആവും. അപ്പോൾ നമ്മളെ വണ്ടിക്ക് അത് കാരണം നമുക്ക് സ്ഥിരമായിട്ടൊരു ലോഡുണ്ട് കണ്ണൂർ സൈഡിലേക്ക്. അവർ നമ്മൾ നേരത്തെ ടൈമിങ്ങിന് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അവർക്ക് വിളിച്ച അപ്പം ലോഡാണ് ഈ വണ്ടിക്ക്. അതായത് ലോഡ് കയറ്റി കഴിഞ്ഞാൽ അവരൊരു ടൈം പറയും. ആ ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ അവിടെ എത്താറുണ്ട്. പിന്നെ ഈ വണ്ടി കൂടുതൽ എക്സ്പ്രസ് ഓടിക്കുന്ന വണ്ടിയാണ്. ഞാൻ കൂടുതൽ എക്സ്പ്രസ് പണിയെടുത്ത ആളാണ്. ഇപ്പോൾ ഇഞ്ചി നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ മൈസൂരിന് ഇഞ്ചി കയറ്റി പോണ ലോഡ് നാഗ്പൂരിൽ നിന്ന് ആദ്യമൊക്കെ 36-35 മണിക്കൂറുണ്ട്. ഇപ്പോൾ അതൊക്കെ കുറഞ്ഞ് 26 മണിക്കൂറായി. 26 മണിക്കൂർ കൊണ്ട് ഏകദേശം 1,500 കിലോമീറ്റർ നമ്മൾ ഓടണം. മൈസൂർ ആൻ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പെരിയപട്ടണം, കുൻസൂർ, HD കോട്ട, അതിലൊക്കെ കുറേ അവിടെ ഓടണം ആദ്യം. അവിടെ ഓടിയിട്ടാണ് പിന്നെ നമ്മൾ നാഗ്പൂർക്ക് പോവാം. 26 മണിക്കൂറാണ് ഇപ്പോൾ ടൈം കൊടുക്കുന്നത്. രാത്രി 12 മണിക്ക് HD കോട്ട, ആൻ പോസ്റ്റ്, പെരിയപട്ടണം ഭാഗത്തു നിന്നൊക്കെ ലോഡ് ചെയ്ത് വിടും. പിറ്റേന്ന് രാത്രി 2 മണിക്ക് നമ്മൾ നാഗ്പൂർ എത്തണം. അപ്പോൾ എത്ര 12 മണിക്ക് പോയാൽ 12-12 24 പിന്നെ 2 മണിയാണ് അവർ പറയുക ടൈം. ആ 2 മണി കൂടെ കൂട്ടി 2 മണി, അങ്ങനെ 26 മണിക്കൂർ കൊണ്ട് നമ്മൾ ഓടി എത്തിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ വിളി വരും, വാടക കുറയും, ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് എക്സ്പ്രസ് ഓടുമ്പോൾ. അപ്പോൾ നമ്മളെ മുതലാളിമാർ പറഞ്ഞത് നമ്മൾ എക്സ്പ്രസ് ഓടാനുള്ള വണ്ടിയാണ്, കണ്ടീഷൻ ആയിരിക്കണം എല്ലാ ഭാഗവും. പിന്നെ വണ്ടിയാണ്, മനുഷ്യൻ്റെ കാര്യമാണ്, ഒന്നും പറയാൻ പറ്റൂല, കേടുവരും, സുഖമില്ലാതാവും, അതൊക്കെ വേറെ. നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മളെ കാഴ്ചയിൽ ഇപ്പോൾ എല്ലാ ഭാഗം കണ്ടീഷനാണ്. പിന്നെ വണ്ടിയാണ്, എല്ലാം പഠിച്ചോൻ്റെ അടുത്താണ് കാര്യങ്ങൾ. നമ്മളെങ്ങനെ പോകണം, ഞങ്ങളെവിടെ നിൽക്കണം, എവിടെ കേട് വരണം, എവിടെ എന്ത് സംഭവിക്കണം എന്ന് പഠിച്ചോൻ തീരുമാനിക്കും, അതിനനുസരിച്ച് പോകും.
അപ്പോൾ പടപ്പുകളായ നമ്മൾ ശ്രമിക്കുക, പടച്ചോൻ അതിനൊരു കാര്യം നമുക്ക് ചെയ്തു തരും, അത്രേ ഉള്ളൂ. പിന്നെ എന്താ വെച്ചാൽ ഞാനും ഒരു പിരാന്തനാണ്, വണ്ടി പിരാന്തനാണ്. ഇനിയിലും വലിയൊരു പിരാന്തന്മാരാണ് മുതലാളിമാർ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ വണ്ടിക്ക് ഇപ്പോൾ 2 ലക്ഷത്തി ചില്ലാനും ഉറുപ്പിക ചിലവാണ് ഈ ബ്രേക്കിന്. ഈ വണ്ടിക്ക് ഇതൊരു 70,000 രൂപക്ക് ഈ വണ്ടി ബ്രേക്ക് എടുത്ത് തരാൻ കഴിഞ്ഞ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ ഈ സ്റ്റെപ്പ്, ഗ്ലാസ്, എയർ ഗ്ലാസ്, ഫ്രണ്ടിലെ പമ്പർ, പിന്നെ ഉള്ളിൽ ആ കിട്ടിങ് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മൾ ഈ ഗ്രില്ല് പുതിയത് മാറ്റിയാണ്. ഓൾഡ് ഗ്രില്ല് നമ്മളിപ്പോൾ ഇത് ന്യൂ മോഡലാണ്. ഇപ്പോൾ ന്യൂ മോഡൽ ചെങ്ങല ടൈപ്പ് ഗ്രില്ലാണ് ഇപ്പോൾ ഇത്. ഇതിന് 7,000 ചില്ലാനും ഉറുപ്പിക വരും. ഇതിപ്പോൾ വെക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല. അപ്പോൾ അവർക്ക് വണ്ടി കണ്ടീഷൻ വേണം നല്ലൊരു കണ്ടീഷനിൽ നമ്മൾ ചെയ്തതാണ് ഇതൊക്കെ. ഈ പമ്പർ മാറ്റിയതാണ് നമ്മൾ. ഇതാണ് മീശ പമ്പർ. ഇതൊരു മീശൻ്റെ ലുക്കാണ്. ഈ പമ്പർ ഒരു മീശ ടൈപ്പാണ്. ഇതാണ് ഞങ്ങളൊരു കൊമ്പൻ മീശ മാതിരി. ഈ മീശ ടൈപ്പ് ഇപ്പോൾ ന്യൂ ടൈപ്പ് പമ്പറാണ്. ഇപ്പോൾ ഇതാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ. അപ്പോൾ നമ്മൾ അത് വെച്ച് ന്യൂ ടൈപ്പ് പമ്പറാക്കി. പഴയ പമ്പറുണ്ട് അവിടെ, അതൊന്നും കാട്ടണ്ട, ഒന്ന് തട്ടി നിർത്തേണ്ട ആവശ്യമുള്ളായിരുന്നു. അപ്പോൾ ഈ പമ്പറിന് മാത്രം 7,000 രൂപ ചിലവാണ്. പിന്നെ അവരുടെ ഫിറ്റിംഗ് ചാർജൊക്കെ പറഞ്ഞാൽ ഒരു 8-10 ഉറുപ്പിക വരും. അപ്പോൾ എന്തിനു പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ വണ്ടി ഇൻഷാ അല്ലാഹ് കുഴപ്പം തട്ടിമുട്ടും. ഇതിന് ഇനി ആരും കണ്ണേറ് നാവേറ് ഇനി പല കമൻറ്റുകളുണ്ടാവും. നമ്മൾ ഏത് കമൻറ്റും സ്വീകരിക്കും. അനാവശ്യം പറയുന്നത് നമുക്കിഷ്ടമില്ല. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ വണ്ടി ചുള്ളനായി മൊഞ്ചനായി നടക്കട്ടെ. ഇതാണ് ഇവരെ ആവശ്യം. ഇതാണ് താഴെക്കോട് സുൽത്താൻ. താഴെക്കോട്ടുകാരാണ്, താഴെക്കോട്ടെ സുൽത്താൻമാരാണ്. അപ്പോൾ 3 മുതലാളി ഉണ്ട് ഈ വണ്ടിക്ക്. ഈ 3 മുതലാളിമാരും ഓരോ വാപ്പടക്കം 4 മുതലാളിമാരാണ്. എല്ലാവരും വണ്ടി പ്രാന്തന്മാരാണ്. ഓരോ വണ്ടിക്കൊരു പേരുമുണ്ട്, പ്രത്യേകതയാണ്. അങ്ങനെയാണ് അവരെ വണ്ടി. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി ലോഡിന് ഏകദേശം ആ ഓറഞ്ച് ശരിയാകുകയാണെങ്കിൽ നമ്മൾ ഓറഞ്ചിന് പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് മൈസൂരിലോട്ടോ പെരുമ്പാവൂരിലോട്ടോ എങ്ങോട്ടേലൊക്കെ ആയിട്ട് പോകേണ്ട ഒരു പ്ലാനിലാണ്. അപ്പോൾ നമ്മൾ ഇനി റോട്ടിലുണ്ടാവും. നമുക്ക് കുറേ ശത്രുക്കളുണ്ടാവും, മിത്രങ്ങളും ഉണ്ടാവും. നമുക്ക് ആരോടും ഒരു പരിഭവമില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോഴും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. എന്നെ കിട്ടാവുന്ന നമ്പർ വേണമെങ്കിൽ ഞാൻ പറയുന്നു 95 26 922 372 റിയാസ് പാണ്ടിക്കാട്. അപ്പോൾ ഇത് നമ്മുടെ നമ്പറാണ്. ഞാനിപ്പോൾ യൂട്യൂബിൽ അനീഷ് ഐബട്ടിയുടെ കൂടെ പോയിട്ട് ഒരുപാട് പേര് പല കമൻറ്റും പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടുണ്ട്. വണ്ടി എടുത്താൽ മെച്ചമുണ്ടോ, എങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്. അപ്പോൾ എല്ലാവരോടും പറയാം, എനിക്കൊരേ കമൻറ്റുള്ളൂ. അവനെ കൂടെ കഴിയുന്നുണ്ട് മാത്രം എടുത്താൽ മതി. ഇല്ലെങ്കിൽ ഒരു 4 മാസം 5 മാസം അതിൻ്റെ അപ്പുറം വണ്ടി മുന്നോട്ട് പോകില്ല. അത് പൊളിഞ്ഞ് അടവൊക്കെ തെറ്റി ലക്ഷക്കണക്കിന് ഉറുപ്പിക നഷ്ടത്തേക്ക് പോകും. അപ്പോൾ ആരും വണ്ടി പാഞ്ഞങ്ങാണ്ട് ലോറി എന്ന് പറഞ്ഞ് എടുക്കാൻ നിൽക്കണ്ട. ഇതിൻ്റെതായൊരു തലവേദന ഉണ്ട്. നല്ല നയിപ്പാണ് വണ്ടി എടുക്കാൻ. വണ്ടി കൊണ്ടിറക്കാനാണ് പണി. പൈസ ഉള്ളവന് വണ്ടി എടുക്കുക, പക്ഷെ അതിന് ആളെ കിട്ടില്ല, ഡ്രൈവർമാരെ കിട്ടൂല, നേരെ കാലത്തിന് ലോഡ് കിട്ടൂല. അപ്പോൾ വണ്ടി പാഞ്ഞ ആരും ലോറി എടുക്കണ്ട. ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലവേദന പിടിച്ചൊരു സംഗതിയാണ്. പിന്നെ നമ്മൾ പോകണം ആ ഇതിൽ. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഉള്ളാണിത്. ഇത് നമ്മുടെ സബ്ബാണ്, സ്പീക്കറാണ്. ഇത് നമ്മളെ കാറിലുള്ളതാണ്. ഇത് അതിൻ്റെ കാറാണ് ആ കാണുന്നത്. ആ കാറിൽ നിന്ന് എടുത്തു വെച്ചതാണിത്. ഇത് നമ്മൾ ഓൾറെഡി ഇതിൽ ഉണ്ടായിരുന്നതാണ്. സബ്ബാണിത്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ ബെഡ് കാര്യങ്ങളൊക്കെ ഉള്ളത്. വണ്ടിയുടെ ഉള്ളാണിപ്പോൾ ഇത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഉള്ളിങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ കിടക്കാനും കാര്യങ്ങൾക്കൊക്കെ ഒന്നുകൂടി ഹൈറ്റ് കൂട്ടി ഞങ്ങൾ. മറ്റേത് ഒരു സീറ്റ് ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട്, അതിനിപ്പോൾ ഒരേ ലെവലിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വണ്ടി ഉള്ളു. പിന്നെ നമ്മളെ എക്സ്ട്രാ ഫിറ്റിങ്ങളൊക്കെ വരാണ്ടാന്ന് കൊടുക്കാൻ നേരം കിട്ടിയില്ല. അതിൽ കുറച്ച് മാല ഇതൊക്കെ വരാണ്ട്, അതൊക്കെ നമ്മൾ പഴയ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കണ്ട് കൊടുക്കേണ്ട പരിപാടിയിലാണ്. ഇപ്പോൾ നമുക്ക് കിടക്കാനും കാര്യങ്ങൾക്കൊക്കെ നല്ല സുഖമാണ്. നല്ല ഹൈറ്റാണ് ഇപ്പോൾ ഉള്ളത്. ഒരേ ലെവലാക്കി മാറ്റി, കവറുകളൊക്കെ മാറ്റി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീഡിയോ ഇവിടെ തീരാൻ പോകണം. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരൊറ്റ കമൻറ്റ് പറയാനുള്ളൂ. ലോറി ഇറങ്ങേണ്ട, ആരും വണ്ടി പാഞ്ഞ് ലോറി എടുക്കാൻ നിൽക്കണ്ട. ലോറി എടുത്ത് കൊണ്ടിറക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാൻ പാടും. ഇല്ലെങ്കിൽ പണി കിട്ടും എന്ന് പറഞ്ഞാൽ പിന്നെ ആള് സ്ലിപ്പാവുന്നല്ല പറയുന്നത്, പൈസ പോവും. ഈ വണ്ടി കൊണ്ടിറക്കാൻ നമ്മൾ ഈ വണ്ടിയിൽ പോയില്ല എന്നുണ്ടെങ്കിൽ, ഈ വണ്ടിയിൽ നമ്മൾ പോയി നമ്മളെ ആരാധകരെ കണ്ടമാരുണ്ട്. ഇപ്പോൾ നമ്മളാ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വന്നുകൊണ്ട് പോയി എല്ലാവരും നമ്മൾ തിരിച്ചറിയുന്നുണ്ട്.
അപ്പോൾ ഞാൻ പറയുന്ന ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ, കഴിയുന്നുണ്ട് മാത്രം. എനിക്കൊരുപാട് അതിലിങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് കോള് വരലുണ്ട്, വണ്ടി എടുത്താൽ എന്താവും, വണ്ടി എടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നില്ലൊക്കെ. നമുക്ക് കഴിയുന്നുണ്ട് മാത്രമേ ലോറി എന്ന് പറയുന്ന മേഖലയിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അത് നമ്മളൊരു കൂടെ ആ വണ്ടിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. എന്നാൽ പിന്നെ നമുക്ക് കുറേയൊക്കെ നമ്മൾ വത്തക്കായും കാര്യങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് നമുക്ക് പിടിച്ച് നിൽക്കാൻ കഴിയും. അല്ലാതെ വണ്ടി പോഞ്ഞൊരു വണ്ടി എടുത്തുകാണ്ട് ഡ്രൈവർമാരെ വിടുക, അവർ കൊണ്ടുവരണോളൂ എന്ന് പറഞ്ഞ് വിറ്റാ പ്രസ്ഥാനം മുന്നോട്ട് പോകില്ല. ഡ്രൈവർമാർ എല്ലാ ഡ്രൈവർമാരും നല്ല സൂപ്പറായിക്കോളണമെന്നില്ല. ഒരു 99% ഡ്രൈവർമാരും അടിപൊളി ഡ്രൈവർമാരാണ്, നല്ല വണ്ടി കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ്. അല്ലെ നമുക്ക് കിട്ടുന്ന ഡ്രൈവർമാർ ഏത് കോലത്തിലാണെന്ന് അറിയില്ലല്ലോ. വണ്ടീനെ കുറിച്ച് അറിയുന്ന അതുപോലെ വണ്ടി കൊണ്ടുനടക്കാൻ ആത്മാർത്ഥം ഉള്ളവർക്ക് ഇത് മുന്നോട്ട് പോകുള്ളൂ. ഇല്ലെങ്കിൽ ഇത് വൈക്ക കിടക്കും, വണ്ടി കംപ്ലൈൻ്റ് ആവും, അതിന് മാറ്റാൻ പൈസ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ സ്വീപ്പാവും. അപ്പോൾ നമ്മൾ കയറ്റിയ ലോഡ് അർജൻറ്റുള്ള ലോഡായിരിക്കും, അത് പെട്ടെന്ന് കൊടുക്കേണ്ട ലോഡാവും. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നമുക്ക് എത്തിക്കേണ്ടത്, അപ്പോൾ പൈസ വേണ്ടി വരും. ഇതൊക്കെ കൂടുതൽ കേടുവരുന്ന സാധനങ്ങളാണ്. അതുപോലെ ഇതിന് ബില്ല് കാര്യങ്ങളൊക്കെ GST കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. 1 ദിവസം 2 ദിവസം 4 ദിവസമൊക്കെ ഡേറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നിൽ നമുക്ക് വണ്ടി ലോഡ് അൺലോഡ് ആക്കേണ്ട ആവശ്യം വരും. അപ്പോൾ എനിക്കൊരൊറ്റ ഉപദേശം നിങ്ങൾ കേൾക്കുന്നവരോട് കാണുന്നവരോട് പറയാനുള്ളത്, ലോറി എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് നമുക്ക് കൊണ്ടിറക്കാൻ കഴിയും എന്നുള്ളൊരു ചങ്കൂറ്റുണ്ട് മാത്രം എടുത്താൽ മതി. അല്ലാതെ ആരെങ്കിലും വല്ല ലോറിൻ്റെ കണക്കും കാര്യങ്ങളും എൻ്റെ കണക്കും കാര്യങ്ങളും ഒന്നും കണ്ടുകാണ്ട് ലോറി എടുക്കാൻ നിൽക്കണ്ട. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ വണ്ടി 25 ദിവസം പോലെ ആയിപ്പോൾ നമ്മൾ നിൽക്കുന്നു. 54,000 രൂപ അടവാണ് ഈ വണ്ടിക്ക്. ഈ മുതലാളിമാർ ഇനി 54,000 രൂപ ഉണ്ടാക്കും വേണം. 2 ലക്ഷത്തി ചില്ലാൻ ഉറുപ്പ്യ ഇപ്പോൾ ഈ വണ്ടിമ്മ ചിലവാണ്. ഈ പൈസ ഉണ്ടാക്കണം. അപ്പോൾ ഒരു മാസം കൊണ്ട് ഈ വണ്ടിക്ക് ഇപ്പോൾ 2.5 ലക്ഷം ഉറുപ്പ്യൻ്റെ മേലെ ചിലവാണ്. ഒരു സാധാരണക്കാരനെ പിടിച്ചിക്കാൻ കഴിയില്ല. അപ്പോൾ കഴിയുന്നുണ്ടോല് മാത്രം എടുക്കുക ലോറി. ഇതിൻ്റെ ഒരു ഉപദേശമായിട്ട് നിങ്ങൾ സ്വീകരിക്കുക. ലോറി എടുത്ത് എഴുതിക്കാണ്ട് കുഴപ്പമൊന്നുമില്ല, കൊണ്ടിറക്കാൻ കഴിയണം. ബാക്കിൽ നമ്മുടെ കയ്യിൽ ബാക്ക്ഗ്രൗണ്ട് പൈസ വേണം, ഇല്ലെങ്കിൽ നമ്മൾ നടക്കൂല, പൊളിഞ്ഞു പോകും. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ലോറി അറിയാണ്ട് വണ്ടി പാഞ്ഞാണ്ട് ലോറി നമുക്ക് എടുക്കണ്ട. പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടി ബിസിനസ്സാണ് ഇത് മുന്നോട്ട് കൊണ്ടിറക്കൽ നടക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ 2ാമത്തെ ചെക്കനാണ് ഇത്. 3ാമത്തെ കരിക്ക പോവാ 3ാമത്തെ ചെക്കനാണ്. ഇതിപ്പോൾ നമ്മളെ വണ്ടിയാണ്, സ്വിഫ്റ്റാണ്. പഴയ മോഡൽ വണ്ടി കേട്ടോ, 2008 മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി വൈകുന്നേരം ലോഡിന് പോകും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വെള്ളുവങ്ങാട് മൂരിപ്പാടം, ഇവിടെ സെൽവാ കെയർ എന്ന് പറയുന്നതിൻ്റെ അടുത്തുള്ളത്. ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ ഒരു കടയാണ്, അനീഫാൻ്റെ കടയാണിത്. അവൻ്റെ വണ്ടിയാണിത്. ഇത് നമ്മളെ തവേര കേട്ടോ, അതിപ്പോൾ ഞാൻ കൊടുത്തിട്ട് തവേരയാണ്, നമ്മളെ വണ്ടി തന്നെയാണ്. ഒരു കല്യാണമുണ്ട്, ചെറു വണ്ടിയിൽ സ്വിഫ്റ്റിൽ പോകില്ല, അപ്പോൾ തവേരക്ക് വണ്ടി വന്നതാണ്. അപ്പോൾ നമ്മുടെ വണ്ടിക്കുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഈ വരുന്നത്. ഇത് നമ്മുടെ വണ്ടിമേ ഫ്രണ്ടിൽ വരുന്ന കോണിയാണ്. അതുപോലെ ഇത് വണ്ടിമേക്ക് ഫ്രണ്ടിലേക്ക് വരാനുള്ളതാണ്. ഇത് നമ്മൾ അനീഫയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മളെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിന്റെ ഫ്രണ്ടിലേക്ക് വരുന്നതാണ് ഈ സാധനം. ഇതാണ് നമ്മൾ അനീഫ. അത് കഴിയുന്നത് ഇപ്പോൾ അനീഫ തമ്പാനങ്ങാടി, അനീഫ വല്യാത്രപ്പടി എന്നൊക്കെ പറയാം. അനീഫ പാണ്ടിക്കാരും പറയാം അല്ല അനീഫ? വല്യാത്രപ്പടി എന്ന സ്ഥലത്താണ്, വല്യാത്രപ്പടി എന്ന സ്ഥലത്താണ് അവൻ താമസിക്കുന്നത്. ഇത് നമ്മളെ കൂട്ടുകാരനാണ്, അവനാണ് ഇത് സ്റ്റീലിന്റെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പൈപ്പും ഇതിൻ്റെ കുറച്ച് ലൈറ്റും കാര്യങ്ങളും ഒരു ഇതൊക്കെ വരാനുണ്ട്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. ഇതിപ്പോൾ അതിൻ്റെ വർക്കിലാണ്. അപ്പോൾ അനീഫ കല്യാണത്തിന് പോയി തരാം കേട്ടോ. ഇത് വൈകുന്നേരം പിന്നെ റെഡി ആയിക്കോ. അപ്പോൾ അനീഫാനത് ഒരു ഹായ് പറയും അനീഫ, നമ്മുടെ സബ്സ്ക്രൈബറിനോട്. ഓക്കെ. അപ്പോൾ അത് അനീഫാൻ്റെ വണ്ടിയാണ്. ഇത് നമ്മളെ പാണ്ടിക്കാട് മഞ്ചേരി റൂട്ടിലുള്ള സ്ഥലമാണ്, മൂരിപ്പാട് എന്ന് പറയും. ഇത് നമ്മുടെ പാണ്ടിക്കാട് നിയോ ഹോസ്പിറ്റലിൽ അബൂബക്കർ ഡോക്ടർ ഉണ്ട്. അബൂബക്കർ ഡോക്ടറെ വീടാണിത്. അവിടെ ഒരു പോളി മാർക്കറ്റ് ഉണ്ട്. ഈ ബോർഡ് കാണുന്നതാണ് സെൽവാ കെയർ. സെൽവാ കെയർ ഇവിടെ എല്ലാവർക്കും അറിയാം. ഇതിൽ ഒരുപാട് ഉപ്പ ഉമ്മ അച്ഛനന്മാരൊക്കെ കൊണ്ടുനാക്കുന്നൊരു സ്ഥലമാണ്. പ്രായമായവരെ നോക്കാൻ കഴിയാത്തവരൊക്കെ ഇവിടെ ഇതിൽ കൊണ്ടുവന്നിടും. അതാണ് മൂവല്. ഇവിടെ നല്ല കെയറിങ് ആണ്, നല്ല ഫുഡ് കാര്യങ്ങളും ഒക്കെ നല്ല സാറാണ്. ഇതാണ് മൂരിപ്പാടെന്ന് പറയുന്നത്, ഞങ്ങളുടെ നാടാണിത്. അപ്പോൾ ഇത് അബൂബക്കർ ഡോക്ടറെ വീടാണ്. അങ്ങനെ നമ്മുടെ നെല്ലിക്കുത്ത് PK മാനുപ്പ എന്ന് പറയും.
ലോറി കച്ചവടക്കാരാണ് അവരെ യാർഡാണിത്. PK ബ്രദേഴ്സിൻ്റെ യാർഡാണിത്. ഈ വണ്ടി ഫസ്റ്റിലെ വണ്ടി പോയതാണ്. ഇത് നമ്മൾ കച്ചവടമാക്കി കൊടുത്തതാണ്. ഇത് നമ്മളെ ലൈനിൽ കാണാം, പൂന ലൈനിൽ കാണാം. വളാഞ്ചേരിയിലെ ഷെഫീഖ് എന്ന് പറയും, അവന് കച്ചവടം അടിച്ചാണ്. ഇതൊക്കെ കൊടുക്കാനുള്ള വണ്ടികളാണ്, PK ബ്രദേഴ്സിൻ്റെ വണ്ടികളാണ്. ഇതൊക്കെ 12 വീല് ആണ് കിടക്കുന്നത്. ഇത് 3 12 വീലാണ്, മറ്റേത് 10 വീലാണ്. അപ്പോൾ ലോറി ആർക്കെങ്കിലും ആവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തോളി. നമ്മളെ നമ്പർ 95 26 922 372 റിയാസ്. അപ്പോൾ ഇത് പാണ്ടിക്കാട് വലിയാത്രപ്പടി എന്ന് പറയും. ഇവിടുന്ന് പാണ്ടിക്കാടേക്ക് 1 കിലോമീറ്റർ. മഞ്ചേരിയിൽ നിന്ന് പാണ്ടിക്കാടേക്ക് വരുമ്പോൾ പാണ്ടിക്കാടിൻ്റെ 1 കിലോമീറ്റർ ബാക്കിലായിട്ടാണ് ഈ യാർഡുള്ളത്. ലോറി ആവശ്യങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ലോറി വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോളി. ഇവരുടെ അടുത്ത് എല്ലാ മോഡലും ലോറി ഉണ്ട്. ഭാരത് ബെൻസ് ഉണ്ട്, ലെയ്ലൻഡ് ഉണ്ട്. അപ്പോൾ ഇത് അവർ 2-3 വണ്ടി തൃച്ചങ്ങോട് കിടക്കുന്നുണ്ട്. ഭാരത് ബെൻസ് 2 അവിടെ ഉണ്ട്, ലെയ്ലൻഡ് ഉണ്ട്. അപ്പോൾ ലോറി ആർക്കെങ്കിലും ആവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളി, നമ്മൾ ശരിയാക്കി തരാം. നമ്മളാൾ തന്നെയാണ്. ഞാനും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാണ് വണ്ടി എടുത്തത്. പാണ്ടിക്കാട് നെല്ലിക്കുത്ത് മാനുപ്പ എന്ന് പറയും. അങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളെ തമ്പാനങ്ങാടിയിലെ മദ്രസ എന്ന് പറയും. ഇതാണ് ഞങ്ങൾ മദ്രസ കേട്ടോ, കൗക്കബുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസ. ഇപ്പോൾ ഞങ്ങൾ പള്ളി പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ വെള്ളിയാഴ്ച ജുമ മാത്രം നടക്കുന്നത്. വല്ലാത്ത ടൈമിലൊക്കെ അവിടെ തമ്പാനങ്ങാടിയിലുണ്ട് പള്ളി. നമ്മുടെ വീട്ടിലോട്ടുള്ള വഴിയിലാണ് ഞങ്ങൾ പോകുന്നത്. ഇത് നമ്മുടെ ജില്ലാടികളാണ്, ഇതൊക്കെ ലോറി പിരാന്തന്മാരാണ്. നമ്മളിപ്പോൾ തവേരയിലാണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗം. ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴി. ഇതാണ് നമ്മുടെ വീട്. ഇതിൻ്റെ വീടാണ്. വീടൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചാൽ മഴ പെയ്തിട്ട്. ഇത് ഫ്രണ്ടിൽ തന്നെ ഒരു കിണറാട്ടോ നമ്മുടെ വീട്ടിൽ. നമ്മളൊരു കല്യാണത്തിന് പോവാണ്. അപ്പോൾ ഞങ്ങളൊരു കല്യാണത്തിന് പോവാണ്. ഇത് നമ്മൾ ഇരട്ട കുട്ടികളാണ്. എനിക്ക് 5 കുട്ടികളാണ്. അതിൽ 4ഉം 5ഉം ആണ് ഈ നിൽക്കുന്നത്. 3 ഉള്ളിലുണ്ട്. ആദി, ഹാനി, അപ്പോൾ പറയാം, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. ഒന്നുകൂടെ കേട്ടില്ല. സബ്സ്ക്രൈബ് ചെയ്യാ, സബ്സ്ക്രൈബ് അല്ല. ആനി പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എന്ന് പറയാം. അപ്പോൾ ഇത് 3-ാം നമ്പർ, ഇത് 2-ാം നമ്പർ, 1-ാം നമ്പർ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിൻ്റെ 2ാമത്തെ മോനാണ്. ഇത് 3ാമത്തതാണ്. ആദ്യം എടുത്തോ. ഇത് 4ാമത്തതാണ്. ഇത് 5ാമത്തതാണ്. 1ഉം പിന്നെ സ്റ്റെപ്പിന് അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ കേസ് നമുക്കൊരു കല്യാണം, ഞങ്ങൾ കല്യാണത്തിന് പോവാണ്. ഇതാ നമ്മളെ കൊറ്റന്മാരെല്ലാവരും ഉണ്ട്. കല്യാണത്തിന് ബാക്കി